മദ്രസകളാണ് ആവശ്യമില്ലാത്തവരൊക്കെ മാറിക്കേ. പത്രക്കാരല്ലാത്തവരൊക്കെ മാറിക്കണേ. ഹലോ നിങ്ങൾ പറയുന്നത് എല്ലാവരും പത്രക്കാരായി മാറി. ഒന്നും കേൾക്കുന്നില്ല. ജനപ്രതിനിധികളും HOD-മാരും ഉൾപ്പെടെയുള്ള ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പ്രയാസങ്ങളെക്കുറിച്ചും വീഴ്ചകളെക്കുറിച്ചൊക്കെ മെഡിക്കൽ കോളേജ് വർഷങ്ങൾ പോലും സ്ഥാപിച്ച പുതിയ മെഡിക്കൽ കോളേജല്ല, പഴയ മെഡിക്കൽ കോളേജാണ്. പക്ഷേ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കാനാണ് ഇന്നത്തെ യോഗത്തിൻ്റെ തീരുമാനം. അതിൽ ബഹുമാനപ്പെട്ട MP ജീവനക്കാരുടെ കുറവ് എത്ര ആവശ്യപ്പെടുന്നു അത് നടപടി സ്വീകരിക്കും എന്ന് മാത്രമല്ല, ഇവിടുന്ന് മാറിപ്പോകുന്ന ജീവനക്കാർക്ക് പകരം ആളെ നിയമിച്ചതിന് ശേഷം മാത്രമേ പോകുന്നതിന് റിലീവ് ചെയ്യൂ. പദ്ധതി സംവിധാനം വന്നതിന് ശേഷം മാത്രമേ ഇവിടുന്ന് പുറത്തു പോകുന്നവരെ റിലീവ് ചെയ്യൂ. അത് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അങ്ങനെ തീരുമാനമെടുത്തില്ല. അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് സംസ്ഥാന സർക്കാർ. രണ്ടാമത് വ്യക്തിയെ മുൻകൈയെടുത്ത് സ്ഥാപിച്ച PMSS വഴിക്കുള്ള മെയിൻ്റനൻസ് ചെയ്യുന്നതിന് ആവശ്യമായ നടപടി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അത് മെയിൻ്റനൻസിന് വേണ്ടി പൊതുമരാമത്ത് വകുപ്പിനെ ചുമതലപ്പെടുത്താൻ അത് വകുപ്പ് മന്ത്രിയായി സംസാരിച്ച് ആ മെയിൻ്റനൻസിന് വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്നാണ് ആരോഗ്യ വകുപ്പ് നിലപാട്. അത് ഞാൻ തന്നെ നേരിട്ട് മന്ത്രിയായി സംസാരിച്ച് പിന്നെ സീനിയർ റെസിഡൻസി കൂട്ടാൻ തീരുമാനിച്ച് ഞങ്ങളോട് എന്നതിനും വല്ല തീരുമാനമെടുക്കുകയും ഇവരെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ, പിന്നെ മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് മരുന്നുകൾക്ക് അല്പം ക്ഷാമം വന്നിരുന്നു. വളരെ കുറച്ച് ബാലൻസ് കഴിഞ്ഞാൽ കോടികളുടെ കഥാണുണ്ടായിരുന്നു മരുന്ന് വിനിയോഗം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിർത്തി വെച്ച്, പക്ഷേ ബഡ്ജറ്റിലെ കുറച്ച് എമൗണ്ട് കണ്ടതുകൊണ്ട് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മരുന്നുകൾ ഇന്നും നാളെ പൂർണ്ണമായിട്ട് എല്ലാവരും എത്തിക്കാം. ഇതിനൊരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് DMA-നെ ചുമതല. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ HDS മറ്റ് മെഡിക്കൽ കോളേജിനേക്കാൾ മോശം കൊണ്ട അവസ്ഥയാണ്. സാധാരണ HDS-ന്റെ ഫണ്ട് കൊണ്ടാണ് നൽകാനും ഇവിടെ അനാവശ്യമായിട്ട് കുറെ സ്റ്റാഫിനെ വെച്ചു അല്ലാതെ കഴിഞ്ഞ അവസ്ഥയിൽ. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തെ HDS-ന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു ഓഡിറ്റ് നടത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചു. പുതിയ HDS കമ്മിറ്റി എല്ലായിടത്തും ഗവൺമെന്റ് പ്രദേശം HDS രൂപീകരിച്ചിട്ടില്ല. അത് രൂപീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കെയർ പ്രോഗ്രാം, CT സ്കാന്, അതുപോലെ ക്രിട്ടിക്കൽ കെയർ തുടങ്ങിയ ഉടൻ തന്നെ സ്ഥാപിക്കും. പിന്നെ പ്രൈവറ്റ് ലാബുകളിലേക്ക് അയക്കുന്നത് കർശനമായ നിർദ്ദേശം. ലാബുകളില്ലാതെ സജ്ജീകരിക്കും. ഒരു കാരണവശാലും പുറത്തുള്ള ലാബുകളിലേക്ക്. പിന്നെ പ്രൈവറ്റ് ആംബുലൻസുകളെ ഇവിടുന്ന് ഒഴിവാക്കും. ആശുപത്രിക്കകത്ത് പ്രൈവറ്റ് ആംബുലൻസ്. അതുപോലെ തന്നെ
ഇവിടുത്തെ ജീവനക്കാരോട് ചില ജീവനക്കാർ പുറത്തുപോയി മറ്റു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയെടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അത് കർശനമായി നിരോധിച്ചു. അങ്ങനെ ഇവിടുന്ന് കുറെ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്തുള്ള പരാതി പറഞ്ഞു. ഷെട്ടിയും പറഞ്ഞു, എംഎൽഎമാരും പറഞ്ഞു. അതെല്ലാം ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തെല്ലാം പരിശോധിച്ചു. പിന്നെ ഇതിനെല്ലാം പുറമെ ഈ പല ആളുകൾ ഇങ്ങനെ ബാനർ കെട്ടി ഭക്ഷണം ബാനർ കെട്ടി കൊടുക്കാൻ പാടില്ല. കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ തീരുമാനിച്ചു. അവരാർക്ക് വേണമെങ്കിൽ ഭക്ഷണം കൊണ്ട് അവിടെ എത്തിക്കാം. അതിന്റെ സംഘടന ബാനറോ എവരോ കൊടുത്തു. അതങ്ങനെ ഓടി കെട്ടേണ്ട സർക്കാർ. പിന്നെ ഇതിനെല്ലാം പുറമെ ഇന്നെടുത്തിട്ടുള്ള തീരുമാനം എല്ലാ മാസവും DME എന്നെ വന്ന് അവരവർ ഞാൻ തന്നെ 6 മാസം കൂടുമ്പോൾ വന്ന് കാര്യങ്ങൾ അവരവർ സീനിയർ റെസിഡൻസുകളുടെ സീറ്റ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആശുപത്രി പരിസരത്ത് അനധികൃതമായിട്ട് ഒരു പാർക്കിങ്ങും അനുവദിക്കും. പേവാർഡുകൾ കേറ്റാൻ ഡെപ്യൂട്ടേഷനോട് ഇവിടെ പേവാർഡ് ആരംഭിക്കാനുള്ള നിർദ്ദേശം. ഇത്രയാണ് ഇതിനടുത്തുള്ള തീരുമാനങ്ങൾ. ഇത് മാസം മാസം MLA MP DMPയുടെ സാന്നിധ്യത്തിൽ അവലോകനം നടത്തും. 6 മാസം കൂടുമ്പോൾ ഞാൻ തന്നെ വന്ന് അവലോകനം. ഈ മെഡിക്കൽ കോളേജ് ഏറ്റവും പഴയ മെഡിക്കൽ കോളേജാണ്. ഞാനൊക്കെ 973 എൻ്റെ പിതാവിനോടൊപ്പം അന്ന് പഴയ കെട്ടിടത്തിലാണ്. കെട്ടിടം മാറിയിട്ട് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായില്ല. അന്ന് ടൗണിലാണ് ഞാൻ. ഇതിനൊക്കെ സഹായത്തോടുകൂടി നല്ല രീതിയിൽ ഈ മെഡിക്കൽ കോളേജ്. അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ ആശുപത്രി അതിലൂടെ ഞങ്ങൾ എല്ലാ ജില്ലകളിലും അദാലത്ത് നടത്തുന്നുണ്ട്. അദാലത്ത് ആലപ്പുഴയിൽ നടത്തുമ്പോൾ മറ്റ് ആശുപത്രികളുടെ കാര്യത്തിൽ പരാതികൾ ഉയർന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് സ്റ്റാഫുകളില്ല എന്നുള്ളതാണ്. കൂടുതലും ഗവൺമെന്റ് പോസ്റ്റുകളിലാണ്. ഇത് മാത്രമല്ല ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നു. അതുകൊണ്ട് ചികിത്സ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ ലിസ്റ്റ് ആവശ്യപ്പെടുന്നു. എല്ലാ ഒഴിവുകളും നികത്താൻ തീരുമാനിച്ചു. PSCയുടെ ലിസ്റ്റില്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജീവനക്കാരെ മറ്റ് രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാവില്ല. ഐദർ PSC ഓർ എംപ്ലോയ്മെന്റ്. രാത്രിയിൽ ആലപ്പുഴ ജില്ലയിൽ മറ്റ് ആശുപത്രികളൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് എന്താ അത്യാഹിതമുണ്ടായാലും രാത്രി ഇവിടെ വരുമ്പോഴേക്കും ഈ അത്യാഹിത ക്ലാസ്സിൽ സീനിയർ ഡോക്ടർമാർ ഉണ്ടാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെയുള്ള PG വിദ്യാർത്ഥികൾ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കും. അവരത് ഉറക്കത്തിലേക്കാണ്ട് എഴുന്നേറ്റ് കണ്ടാൽ മാത്രമാണ് ഇവിടെ പലർക്കും ചികിത്സ കിട്ടുന്നത്. അല്ലെങ്കിൽ ആ രോഗിയെ പെട്ടെന്ന് ആ രോഗിയുടെ കൂടുതൽ പേര് പറഞ്ഞാൽ കോട്ടയത്തേക്കോ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു ഒരു സ്ഥിരം രീതിയാണ്. അത് ഒഴിവാക്കാനുള്ള നടപടി ഈ കഴിഞ്ഞ കമ്മ്യൂണിറ്റി ടീച്ചറിന്റെ അവർക്ക് ഇതിനെ പരാതി ഉണ്ടാവില്ല. അല്ല, അതിനെക്കുറിച്ച് ഒരുപാട് പരാതികൾ. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന കുഴപ്പമൊന്നുമില്ല. ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സിസ്റ്റത്തിനെ കുറിച്ച് കുറച്ച് അതിനേക്കാളും നല്ലത് നമ്മൾ സേവന ജീവനത്തിന് ഓണത്തിനാണ്. കമ്മ്യൂണിറ്റി കിച്ചണാകുമ്പോൾ കൊണ്ടുകൊടുത്ത ആര് വേണമെങ്കിലും കൊണ്ടുകൊടുക്കും, ഒരു കുഴപ്പമില്ല. നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ കുറച്ച് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കും. അതിന് എൻ്റെ ഐഡന്റിറ്റിയുടെ ആവശ്യമില്ലല്ലോ. എനിക്കൊരു കഴിവുള്ളതുകൊണ്ട് കുറച്ച് ഭക്ഷണം ഞാൻ കൊടുക്കും. അതിപ്പോൾ എൻ്റെ പേര് എഴുതിയിരിക്കേണ്ട കാര്യമില്ല. 2500 3000 പേർക്ക് കൊടുക്കുന്ന രീതിയിലോ ബാനർ കൊടി വെച്ചിട്ടില്ല ഒരു വിവാദമാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് ആർക്കും കൊടുക്കാൻ ഞാൻ പറഞ്ഞത്. ആര് തന്നാലും അത് സ്വീകരിക്കാം.
HDC ഇത് ആലപ്പുഴ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മാത്രമേ ഉള്ള എല്ലാ മെഡിക്കൽ കോളേജിലും അതിലെല്ലാത്തിലും തുടങ്ങാൻ ഞങ്ങൾ അതിനകത്ത് തീരുമാനം. ഇപ്പൊ ആലപ്പുഴയിലാണ് നടപ്പാക്കുന്നത്. കോടികളുടെ ഈ മെഡിക്കൽ കോളേജ് അതിനാണല്ലോ അവരവരെ വിളിക്കുന്നതിനാണ്. ഓരായ്മകളുണ്ട് പരിഹരിക്കാനല്ലേ. ഈ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തുള്ള പല നിയമനങ്ങൾ കുടുംബശ്രീ വഴിയായിരുന്നു നടത്തുന്നത്. ചില താൽക്കാലിക നിയമനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. UDF-ലുള്ള ഈ സുധാകരനടക്കം വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി വിജിലൻസ് അന്വേഷണം ഞാൻ പറഞ്ഞത് HDS-ന്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു. തിരുവനന്തപുരത്ത് പരിശോധിച്ചപ്പോൾ കോവിഡ് വർഷം HDS-ലേക്ക് വന്ന ഫണ്ടുകൾ ബാങ്കിൽ അടയ്ക്കാത്ത സംഭവം 46 ലക്ഷം രൂപ അടച്ചില്ല. അപ്പോഴെ തന്നെ വിജിലൻസിന് ഞാൻ ആഭ്യന്തരമന്ത്രിക്ക് കത്ത് കൊടുത്തു. ആഭ്യന്തരമന്ത്രി വിജിലൻസിന് അതുപോലെ അന്വേഷണം ഒരു കാര്യം ഇന്നത്തെ നിർണായക യോഗത്തിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ ആലപ്പുഴ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ പരാതികളുള്ള ഒരു മെഡിക്കൽ കോളേജ് ഞങ്ങൾ തന്നെ പലപ്പോഴായി ചൂണ്ടിക്കാണിച്ച് പല വിഷയങ്ങളും ഇന്ന് ചർച്ച ചെയ്യും. മാധ്യമങ്ങളിലൂടെ വന്നിട്ട് അല്ലാതെ ജനങ്ങൾ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. അപ്പോൾ അദ്ദേഹം സമയം കണ്ടെത്തിയിട്ട് വന്നതിനെ പ്രത്യേകമായി ഞാൻ വന്നിട്ടുണ്ട്. 3 കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നതാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമുണ്ടാവും. അവരപ്പോൾ തന്നെ സ്ഥലം മാറ്റം വാങ്ങാൻ തയ്യാറായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ നിന്ന് സ്ഥലം മാറി പോകുമ്പോൾ പകരം ആളെ വെച്ചിട്ട് മാത്രമേ സ്ഥലം മാറ്റുന്നത് ഏറ്റവും അടുത്ത് നമുക്കുണ്ടായ ഓർഡറാണ്. അത് പ്രസ്താവിക്കാമെന്നാണ് മന്ത്രിമാർ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമാണ് അത്. പിന്നെ ഒഴിവുകൾ നിൽക്കുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ ഇവിടെ നിന്ന് വർക്കിംഗ് അറേഞ്ച്മെന്റ് പോകുന്ന ആളുകൾ ഇഷ്ടം പോലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആ ജോലി, പക്ഷെ ജോലി ഇവിടെ ഇല്ല. വർക്കിംഗ് അറേഞ്ച്മെന്റ് മറ്റു കിട്ടും. അത് മുഴുവൻ ക്യാൻസൽ ചെയ്യാൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആവശ്യമുള്ള പ്രശ്നങ്ങൾ തീർന്നു പറഞ്ഞു. മരുന്നിന്റെ കാര്യത്തിൽ തീരുമാനം പറഞ്ഞു. അങ്ങനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ പ്രത്യേകം പറഞ്ഞ മറ്റൊരു കാര്യം ഹോമോ കെയർ, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ യൂണിറ്റ്, അതുപോലെ തന്നെ ഇന്റേണൽ റോഡ് ബിറ്റ്വീൻ മെഡിക്കൽ കോളേജ് ആശുപത്രി ആൻഡ് മെഡിക്കൽ കോളേജ്. അപ്പോൾ ഇതിനൊക്കെ കൂടി ഒരു ടാസ്ക് ഫോഴ്സ് DMA തന്നെ രൂപപ്പെടുത്തുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ ടാസ്ക് ഫോഴ്സ് എല്ലാ രീതിയിലും ഗൗരവതരമായി ആലോചിച്ച് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഈ തീരുമാനം എടുത്തു വന്നതിന് അത് നടപ്പിലാക്കുന്ന ഉറപ്പുവരുത്താൻ മന്ത്ലി മീറ്റിങ്ങും 6 മന്ത്സിനിടയിൽ മന്ത്രിയുടെ മീറ്റിങ്ങും ഉണ്ടാവുന്നതാണ്. ഇത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇന്നത്തെ ദിവസം ഏറ്റവും നല്ല ദിവസമാണ്. മിനിസ്റ്ററോട് ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ അതല്ല ഈ നേഴ്സിംഗ് അസിസ്റ്റന്റ് സ്റ്റൈഫൻഡ് എന്നിട്ടാണ്